ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരമായി സഞ്ജു സാംസൺ. ഈ ലോകകപ്പിൽ 5 മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജു 24 സിക്സുകളാണ് നേടിയത്. ഇത്രയും സിക്സുകൾ ഒരു ലോകകപ്പിലും ഒരു താരവും നേടിയിട്ടില്ല. ന്യൂസിലാൻഡിന്റെ ഫിൻ അലൻ രണ്ടാം സ്ഥാനത്താണ്. 20 സിക്സുകളാണ് അലൻ നേടിയത്. അതേസമയം അന്താരാഷ്ട്ര 2020 ലോകകപ്പിൽ ഇന്ത്യൻ ഇതിഹാസം വിരാട് കോഹ്ലിയുടെ 12 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന സഞ്ജു സാംസൺ. ഒരു ലോകകപ്പ് പതിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമായിരിക്കുകയാണ് സഞ്ജു. 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസാണ് സഞ്ജു നേടിയത്. ന്യൂസിലാൻഡിനെതിരെ ഫൈനലിൽ 46 പന്തിൽ 89 റൺസാണ് താരം നേടിയത്. ഇതോടെ കോഹ്ലിയെ മറികടക്കാൻ സഞ്ജുവിന് സാധിച്ചു. 2014 ലോകകപ്പിൽ 319 റൺസ് കോഹ്ലി നേടിയിരുന്നു. 9 മത്സരങ്ങളിൽ 317 റൺസ് നേടിയ കിഷനാണ് രണ്ടാം സ്ഥാനത്ത്. 77 റൺസാണ് കിഷൻ ഉയർന്ന സ്കോർ. T20 ലോകകപ്പിന്റെ ഇന്ത്യ മൂന്നാമതും ഒരു ലോക കിരീടം ചൂടുമ്പോൾ അതിൽ മലയാളികൾക്കും ഏറെ അഭിമാനിക്കാനുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരമായി മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ മാറിയിരിക്കുകയാണ്. ഈ ലോകകപ്പിൽ 5 മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജു 24 സിക്സുകളാണ് നേടിയിരിക്കുന്നത്. ഇത്രയും സിക്സുകൾ ഒരു ലോകകപ്പിലും ഒരു താരവും നേടിയിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ന്യൂസിലാൻഡിന്റെ ഫിൻ അലനാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 20 സിക്സുകളാണ് അലൻ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര 2020 ലോകകപ്പിൽ ഇന്ത്യൻ ഇതിഹാസം വിരാട് കോഹ്ലിയുടെ 12 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് സഞ്ജു സാംസൺ ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ഒരു ലോകകപ്പ് പതിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമായിരിക്കുകയാണ് സഞ്ജു സാംസൺ. 5 മത്സരങ്ങളിൽ നിന്ന് 321 റൺസാണ് സഞ്ജു നേടിയിരിക്കുന്നത്. ന്യൂസിലാൻഡിനെതിരെ ഫൈനലിൽ 46 പന്തിൽ 89 റൺസാണ് താരം നേടിയിരിക്കുന്നത്. ഇതോടെ കോഹ്ലിയെ മറികടക്കാൻ സഞ്ജു സാംസണ് സാധിച്ചിരിക്കുകയാണ്. 2014 ലോകകപ്പിലാണ് 319 റൺസ് വിരാട് കോഹ്ലി നേടിയത്. 9 മത്സരങ്ങളിൽ 317 റൺസ് നേടിയ ഇഷാൻ കിഷനാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 77 റൺസാണ് കിഷന്റെ ഉയർന്ന സ്കോർ.